കഥയുടെ പേര് അവസാന വിളക്ക്. ഒരു ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അവിടെ രാമൻ എന്നൊരാൾ താമസിച്ചു. രാമന് വലിയ സമ്പത്തൊന്നുമില്ല. പക്ഷേ ഓരോ സന്ധ്യയും വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ വിളക്ക് തെളിയിക്കുമായിരുന്നു. ഗ്രാമത്തിലെ ചിലർ ചോദിച്ചു, ഈ ദാരിദ്ര്യത്തിൽ ഈ വിളക്ക് തെളിയിച്ചിട്ട് എന്ത് കാര്യം? ചിലർ ചിരിച്ചു, ചിലർ അവഗണിച്ചു. പക്ഷേ രാമൻ ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അവൻ വിളക്ക് തെളിയിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു രാത്രി മഴ ശക്തമായി പെയ്തു. കനത്ത മഴയുള്ള രാത്രി കാറ്റ് ശക്തമായി വീശി. ഇരുട്ട് മുഴുവൻ ഗ്രാമവും ആ പ്രദേശങ്ങളും മൂടി കഴിഞ്ഞിരുന്നു. അന്ന് ഒരു യാത്രക്കാരൻ വഴിതെറ്റി ആ ഗ്രാമത്തിൻ്റെ അരികിലെത്തിയിരുന്നു. ഇരുട്ടിൽ അയാൾക്കൊന്നും കാണാനായില്ല. അപ്പോഴാണ് ദൂരത്ത് ഒരു ചെറിയ വെളിച്ചം കാണാൻ അവനായത്. രാമൻ്റെ വീട്ടിലെ വിളക്ക്. അവൻ ആ വെളിച്ചം പിന്തുടർന്ന് സുരക്ഷിതമായി രാമൻ്റെ വീട്ടിലെത്തി. അവിടെ രാമൻ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവനവിടെ ഒരു രാത്രി ആശ്രയം ലഭിച്ചു. യാത്രക്കാരൻ പറഞ്ഞു, ഇന്നലെ നീ തെളിയിച്ച ഈ വിളക്കാണ് എൻ്റെ ജീവനെ രക്ഷിച്ചത്. ഗ്രാമക്കാർ അത് കേട്ടു. അവർക്ക് മനസ്സിലായി, ചെറിയ നന്മകൾ, ചെറിയ ശ്രമങ്ങൾ, ചെറിയ വെളിച്ചങ്ങൾ ഒരാളുടെ ജീവിതം തന്നെ മാറ്റാം. രാമൻ പറഞ്ഞു, ശാന്തമായി പറഞ്ഞു, ഞാൻ വിളക്ക് തെളിയിക്കുന്നത് ലോകത്തെ സഹായിക്കാനല്ല, എൻ്റെ ഇരുട്ട് എന്നെ തന്നെ വിഴുങ്ങാതിരിക്കാനാണ്. അതെ, നീ ചെയ്യുന്ന നന്മ ചെറുതാണെന്ന് കരുതരുത്. ഒരാളുടെ ഇരുട്ടിൽ ഇത് അവസാനത്തെ വെളിച്ചമായേക്കാം. ലോകം മാറാൻ കാത്തിരിക്കേണ്ട നാം തന്നെ ചെറിയ ഒരു വിളക്കാവുക. ചെറിയ നന്മകൾക്കും ചെറിയ ശ്രമങ്ങൾക്കും വലിയ ശക്തിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണിത്. ആത്മപരിശോധനയ്ക്കും മനോബലം വർദ്ധിപ്പിക്കാനും ഇത് അനുയോജ്യമായിരിക്കും. സ്നേഹത്തോടെ, നന്ദിയോടെ, രഞ്ജിത്ത്. നമസ്തേ.